കാണുന്നതാണ് നന്ദകുമാർ ചേട്ടൻ്റെ പണിപ്പുര. ചേട്ടാ ഇതെന്തോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതാണ് ഈ കാസറ്റ് മാത്രം കറങ്ങുന്നു. സാധാരണ നമ്മൾ ഹെഡ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഹെഡ് ഇതിനകത്ത് അമർന്നിരിക്കുന്ന സമയത്താണ് ഈ പാട്ട് കേൾക്കുന്നത്, ഹെഡിൽ ഉരഞ്ഞ്. അപ്പോൾ ഈ കാസറ്റിനകത്ത് തന്നെ ഈ ഹെഡ് ഉണ്ടാക്കി വെച്ചിട്ട് ആംപ്ലിഫയർ ചെയ്ത് ഇതിൽ നിന്ന് മേലോട്ട് വരുന്ന തരംഗങ്ങൾ ഇത് ക്യാച്ച് ചെയ്യണം. ലേസർ ഫെൻസിങ് ടെക്നോളജിയാണ്. ഇതിപ്പോൾ ഒരു വീടാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയാണിത്. പ്രോപ്പർട്ടിയുടെ 4 അതിരുകളാണ്. അപ്പോൾ ഒരാൾക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതുവഴി വരണം, അല്ലെങ്കിൽ ഇതുവഴി വരണം, ഇതുവഴി വരാം. അപ്പോൾ 4 സൈഡിൽ നിന്നും കവർ ചെയ്ത് കിട്ടും. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിനകത്തിരിക്കുന്ന നമുക്ക് അറിയാൻ പറ്റും ഒരാൾ വന്നിട്ടുണ്ടെന്നറിയാം. ഇത് ലേസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. 10 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കെട്ടിടം കാണാൻ പറ്റും. അവിടെ ഉള്ള ഒരാളുമായിട്ട് നമുക്ക് സംസാരിക്കണോ, ഈ ലേസർ ലൈറ്റ് അടിച്ചു കൊടുത്താൽ പ്രകൃതിക്ഷോഭമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കാവുന്നതാണല്ലേ യഥാർത്ഥത്തിൽ? ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈ ലേസറിന് പരിധിയില്ല, എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഇത് കിട്ടും. ശാസ്ത്രത്തിൽ ഇത്രയും താല്പര്യം ഉണ്ടായിട്ട് എങ്ങനെ വഴിതെറ്റി KSRTC KSRTC വന്ന്, കാരണം നമുക്ക് വേറെ വരുമാനമില്ലല്ലോ. ഇനിയിപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എനിക്ക് കുട്ടികൾ ഇത് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഒരു സയൻസ് മ്യൂസിയം പോലെ ഏകദേശം ഒരു 100-100ഓളം സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ എന്താണ് കുട്ടികൾക്ക് അൾട്രാസോണിക് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ മറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പ്രവർത്തനം മൂലം കാണിച്ചു കൊടുക്കാൻ പറ്റും. ചേട്ടാ ഇതെന്താ ഇതിലൊന്നിലും പെടാത്തൊരു സാധനം, നമ്പറും സ്വിച്ചും ഒക്കെ ആയിട്ട് ഇതെന്താണ്? ഇത് ഏജ് ഫൈൻഡിങ് കാൽക്കുലേറ്ററാണ്. ഇത് ഒരു കുട്ടികൾക്ക് ചെറിയ ഒരു കൗതുകത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അങ്ങനെയാണ് ഞാൻ പ്രേമേട്ടൻ്റെ വയസ്സ് കാൽക്കുലേറ്റ്. ഇതിൻ്റെ അകത്തുണ്ടോ നിങ്ങളുടെ പ്രായം? ഉണ്ട്. ഇതിലുണ്ട്. ഇതിലുണ്ടോ? അതിലില്ല. അതിൽ ഉണ്ട്. ഉണ്ട്. ഇതിൽ ഉണ്ട്. ഇത് അതിലില്ല. ഇതിൽ ഉണ്ട്. ഇതിലുണ്ട്. 45ആയി. 32, 8, 40, 45. അപ്പോൾ 45 വയസ്സുണ്ട്. കാണുന്ന കണക്ക് ചെറുപ്പമൊന്നും അല്ലല്ലേ. 45 വയസ്സ്. പാഠപുസ്തകങ്ങളിൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ടേറിയ പല കാര്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അനുഭവിച്ച് കാണാനും പഠിക്കാനും ഒക്കെ പറ്റും. ഒരു മ്യൂസിയം ഒക്കെ തുടങ്ങണമെന്നുള്ളതാണ് നന്ദകുമാർ ഏട്ടൻ്റെ ആഗ്രഹം. അങ്ങനെ കൂടുതൽ പേർ ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്നും അദ്ദേഹം താല്പര്യപ്പെടുന്നു. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.